നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 24, 2025 വ്യാഴം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന ദൃശ്യമാണ് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് നഷ്ടമുണ്ടാകുവാൻ കാരണമായത് പ്രധാനമായും 6 ഘടകങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നിഫ്റ്റിയുടെ ഈ മാസത്തെ 4ാമത്തെ വീക്കിലി എക്സ്പയറിയും ഇന്നും കൊണ്ട് കഴിഞ്ഞു. ഇന്ന് മാർക്കറ്റ് വോളട്ടൈൽ ആയിരുന്നത് കൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിയുടെ ഈ ആഴ്ചയിലുള്ള വീക്കിലി സെഗ്മെന്റിലും വോളട്ടാലിറ്റി ദൃശ്യമായി. അത് മാത്രമല്ല, ഇന്ന് ഇന്ത്യ വിക്സും 1.9% ഉയർന്ന് 10.72 എന്ന നിലയിലെത്തുകയുണ്ടായി. സ്വാഭാവികമായിട്ട് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി വിക്സ് ഉയർന്നു, മാർക്കറ്റ് ഇടിഞ്ഞു. ഇതിന്റെ ഒക്കെ ഫലമായിട്ട് ഇന്ന് മാർക്കറ്റ് വോളട്ടൈൽ ആയിരുന്നു. ഇന്ന് സെൻസെക്സിലും നിഫ്റ്റിയിലൊക്കെ നേരിയ നേട്ടത്തോടു കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ദൃശ്യമായതെങ്കിൽ കൂടിയിട്ടും ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈ. അവിടെ നിന്നും ഗ്രാജുവലി നിഫ്റ്റി ഫോൾ ആകുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. 12 മണിയോട് കൂടിയിട്ട് നിഫ്റ്റി ഇന്നത്തെ ഡേ ലോ ടച്ച് ചെയ്യുകയുണ്ടായി. 25,018 എന്ന നിലയിൽ നിന്നും നിഫ്റ്റി സപ്പോർട്ട് എടുക്കുകയുണ്ടായി. ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം സംഭവിച്ചെങ്കിൽ കൂടിയിട്ടും 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ഈ എക്സ്പയറി പൂർത്തിയാക്കുവാൻ സാധിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇന്ന് NSEയിൽ 921 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1721 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്നതാണ് ദൃശ്യമായത്. ഇറ്റേണൽ, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കൺസ്യൂമർ, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ട്രെൻഡ്, നെസ്ലെ ഇന്ത്യ, ശ്രീറാം ഫൈനാൻസ്, ടെക് മഹേന്ദ്ര, HCL ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുന്നതായിട്ടും അനുഭവപ്പെടുകയുണ്ടായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് PSU ബാങ്കും ഫാമയും ഒഴിച്ച് മറ്റെല്ലാ സെക്ടേഴ്സും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്ന് ഇൻഫോസിസിന്റെ Q1 റിസൾട്ടുകൾ വരികയുണ്ടായി. ഇൻഫോസിസിൽ ഇന്ന് 1% ഇടിവ് നേരിടുന്നതായിട്ടും അനുഭവപ്പെട്ടു. ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സ് 2% ഇടിവാണ് നേരിടുകയുണ്ടായത്. 815 പോയിന്റുകളുടെ നഷ്ടമാണ് ഇന്ന് നിഫ്റ്റി ITയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റി ITയെ പ്രധാനമായും നഷ്ടത്തിലേക്ക് നയിച്ചത് ഇൻഫോസിസ്, അതുപോലെ തന്നെ മിഡ് ക്യാപ് IT സർവീസ് പ്ലെയേഴ്സ് ആയ പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ലിമിറ്റഡ്, കോഫോർജ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇന്ന് റിയാലിറ്റി, FMCG ഇൻഡെക്സുകൾ 1% നഷ്ടം നേരിടുകയുണ്ടായി. തത്സമയം ബോർഡർ മാർക്കറ്റ്സിലും മോശമായ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുകയുണ്ടായത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 0.4% ഇടിവ് രേഖപ്പെടുത്തി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഒരു മൽപ്പിടുത്തം നടത്തിക്കൊണ്ട് തന്നെ ഒരു പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 86.40 എന്ന നിലയിൽ ഫ്ലാറ്റായ ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 6 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ ഇന്ത്യയിലെ FMCG സെക്ടറിൽ നിന്നും നെസ്ലെ ഇന്ത്യയുടെ Q1 ഏർണിംഗ്സ് വരികയുണ്ടായി. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 13.4% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള Q1 വന്നതുകൊണ്ട് തന്നെ തൽഫലമായി ഇന്ന് സ്റ്റോക്ക് 5% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലെ ഇടിവ് വരുവാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടായ വർധനവും അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് പ്ലാന്റുകളുടെയൊക്കെ എക്സ്പാൻഷൻ മൂലം കമ്പനിയുടെ എക്സ്പെൻസസും ഇൻക്രീസ് ആയി. നെസ്ലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും മോശമായ Q1 റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ അത് നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും FMCG സെഗ്മെന്റിലേക്കുള്ള നെഗറ്റീവ് ഔട്ട്ലുക്കിന് കാരണമായി. ഇന്ന് FMCG സെക്ടറും ഇടിയുന്ന കാഴ്ച ദൃശ്യമായി. രണ്ടാമത്തെ ഘടകം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും നമ്മുടെ മാർക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് തന്നെയാണ്. ഇന്നലെ ജൂലൈ 23 വരെ മാത്രം ക്യാഷ് മാർക്കറ്റിൽ 26,395 കോടി രൂപയ്ക്ക് നെറ്റ് സെല്ലേഴ്സ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ. ഓരോ ദിവസം കഴിയും തോറും സെല്ലിംഗ് കൂട്ടുകയാണ്. തൽഫലമായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന സെല്ലിംഗ് മൂലം നമ്മുടെ മാർക്കറ്റിലെ ലിക്വിഡിറ്റിനെയും അത് മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. തൽഫലമായി തന്നെ ലാർജ് ക്യാപ് സെഗ്മെന്റിലെ സ്റ്റോക്കുകളുടെ പ്രൈസിന്മേല് പ്രഷർ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിംഗ് മൂലം അനുഭവപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ മോശമായി ബാധിക്കുന്നു. അതൊക്കെയാണ് ഓരോ ദിവസവും റിഫ്ലക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഇതിന് തുടർച്ചയായിട്ട് വരുന്ന മറ്റൊരു കാരണം ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ ദൃശ്യമാകുന്ന വീക്ക്നെസ് തന്നെയാണ്. ട്രെൻഡ്, ടെക് മഹേന്ദ്ര, ഇൻഫോസിസ് തുടങ്ങിയ
തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുന്നത് കണ്ടു. അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ കണ്ടിന്യൂസ് സെല്ലിംഗ് മൂലവും അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിലെ വാല്യുവേഷൻസ് ഒക്കെ ഓവർ ആണെന്നുള്ള ഔട്ട്ലുക്ക് ഉള്ളത് കൊണ്ടും Q1 ഏർണിംഗ്സിലൊക്കെ മിക്സഡ് ആയ ഡേറ്റകൾ വരുന്നത് കൊണ്ടും US ഇന്ത്യ ട്രേഡ് ഡീൽ അനിശ്ചിതമായിട്ട് നീണ്ടുപോകുന്നത് കൊണ്ടൊക്കെ അത് നമ്മുടെ മാർക്കറ്റിലെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ചെറിയ തോതിലെങ്കിലും ബാധിക്കുന്നുണ്ട്. സോ ഈ കാരണങ്ങളെ കൊണ്ട് തന്നെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഹെവി വെയിറ്റ് സ്റ്റോക്കുകളൊക്കെ സെല്ലിംഗിന്റെ ഭാഗമായിട്ട് ഇടിയുമ്പോൾ അവ നമ്മുടെ ഇൻഡെക്സിനെയും ഇടിവിലേക്ക് നയിക്കുന്നു. നാലാമതായിട്ട് ഇന്ന് ക്രൂഡ് ഓയിലിന്റെ പ്രൈസിലുണ്ടായ വിലവർധനവാണ് നമ്മുടെ മാർക്കറ്റിനെ മോശമായി ബാധിച്ച നാലാമത്തെ മറ്റൊരു ഘടകം. ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ ഒക്കെ പ്രൈസിൽ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. അഞ്ചാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നഷ്ടത്തിലേക്ക് നയിച്ച മറ്റൊരു ഘടകം ഗ്ലോബൽ ട്രേഡ് ടെൻഷൻസ് തന്നെയാണ്. അതായത് യൂറോപ്യൻ യൂണിയനും US തമ്മിലുള്ള ട്രേഡ് ഡീൽ സാധ്യമായില്ലെങ്കിൽ മുൻപ് അമേരിക്കയിൽ നിന്നും പ്രഖ്യാപിച്ചത് പ്രകാരം യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 30% അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിലാകും. ഇനി ട്രേഡ് ഡീൽ നടന്നില്ല, യൂറോപ്യൻ യൂണിയന് മുകളിൽ 30% അഡീഷണൽ താരിഫ് ചുമത്തുകയാണെങ്കിൽ തിരിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് അഡീഷണൽ 30% താരിഫ് ചുമത്തുമെന്നുള്ള പുതിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ അതിന്റെ കൺസേൺസ് ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. ആറാമതായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു ഘടകം IT സ്റ്റോക്സിൽ ഇന്ന് അനുഭവപ്പെട്ട സെല്ലിംഗ് പ്രഷർ തന്നെയാണ്. മുൻപ് പറഞ്ഞ പോലെ ഇന്ന് നിഫ്റ്റി ITക്ക് 815 പോയിന്റുകളാണ് ഒരു സിംഗിൾ ഡേ കൊണ്ട് നഷ്ടമായത്, 2% ഏറെ. നമ്മൾ ഏതാനും മാസങ്ങളായി കാണുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ കഴിഞ്ഞ മാസം അതിന്റെ പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോഴും നിഫ്റ്റി 24,500 എന്ന ലെവലിലായിരുന്നു. നിഫ്റ്റിക്ക് 9 മാസം കഴിഞ്ഞിട്ടും ഈ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈയോ അല്ലെങ്കിൽ 52 വീക്ക് ഹൈയോ ടച്ച് ചെയ്യാൻ സാധിക്കാത്തത് പ്രധാനമായിട്ടും ഇന്ത്യ IT സ്റ്റോക്സുകൾ നമ്മുടെ മാർക്കറ്റിനെ പുറകോട്ട് വലിക്കുന്നത് കൊണ്ട് തന്നെയാണ്. സോ ഇന്ന് നിഫ്റ്റി IT വീണ്ടും നമ്മുടെ മാർക്കറ്റിനെ കൊല്ലാക്കൊല ചെയ്ത് തളർത്തി കളഞ്ഞു. ഇനി മുന്നോട്ടുള്ള നമ്മുടെ മാർക്കറ്റിന്റെ യാത്രയിലും മറ്റെല്ലാ സെക്ടേഴ്സും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ പോലും നിഫ്റ്റി ITയുടെ ഭാഗത്ത് നിന്നും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സെൻസെക്സിനും നിഫ്റ്റിക്കൊക്കെ പുതിയ റെക്കോർഡ് ഹൈയിലേക്കോ അല്ലെ 52 വീക്ക് ഹൈയിലേക്കുള്ള യാത്ര സുഗമമാവുകയുള്ളൂ. അതുപോലെ തന്നെ NSEയുടെ ഭാഗത്ത് നിന്നും വരുന്ന അറിയിപ്പുകൾ പ്രകാരം മുൻപ് ഈ ന്യൂസ് വന്നിരുന്നു, പക്ഷെ ഇത് പ്രാബല്യത്തിലാകുന്നത് ഈ മാസത്തെ മന്ത്ലി എക്സ്പയറി കഴിയുന്നതോട് കൂടിയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ 30 എന്ന ലോട്ട് സൈസ് 35ലേക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പില് 120 ലോട്ട് സൈസ് 140 ആയിട്ട് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അഥവാ IEX ഇന്ന് സിംഗിൾ ഡേ കൊണ്ട് സ്റ്റോക്കിൽ 26% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. 2017 സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിംഗിൾ ഡേ കൊണ്ട് സ്റ്റോക്കിൽ ഇത്രയും വലിയ വീഴ്ച സംഭവിക്കുന്നത്. തുടർച്ചയായിട്ട് 7 ദിവസമായിട്ട് സ്റ്റോക്ക് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ 7 ട്രേഡിംഗ് സെക്ഷനുകൾ കൊണ്ട് 33% ഇടിവാണ് സ്റ്റോക്കിൽ ദൃശ്യമായത്. ഇന്ന് സ്റ്റോക്കിലെ വൻ തകർച്ചയിലേക്ക് നയിക്കാൻ പ്രധാനപ്പെട്ട കാരണം സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് ഔദ്യോഗികമായിട്ട് മാർക്കറ്റ് കപ്ലിംഗ് ഫോർ ഇന്ത്യൻ പവർ സെക്ടറിനുള്ള അനുമതി നൽകുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇന്ന് സ്റ്റോക്കിൽ വൻ രീതിയിലുള്ള തകർച്ച അനുഭവപ്പെടുകയുണ്ടായത്. അതുപോലെ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് പ്രകാരം US പ്രസിഡന്റ് ട്രംപ് സർപ്രൈസിംഗ് മൂവ് വഴിയിട്ട് ഫെഡറൽ റിസർവിലേക്ക് ഒരു വിസിറ്റ് നടത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ നിലവില് ഫെഡ് ചെയർമാൻ ജെറോം പവലിനെതിരെ ഫെഡിന്റെ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗിന്റെ റെനോവേഷൻ വർക്കുകളുമായി ബന്ധപ്പെട്ടുള്ള അലഗേഷൻ നിലനിൽക്കുന്നു. മിസ്മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അത് മാത്രമല്ല ഫെഡ് ചെയർമാൻ ജെറോം പവലിന് മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കുവാൻ വേണ്ടി സന്ദർശനമാണെന്ന് കൂടിയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 156 പോയിന്റുകളുടെ ഇടിവിലാണ് വ്യാപാരം തുടരുന്നത്. തത്സമയം യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ US ട്രേഡ് ഡീലുമായിട്ടുള്ള ഒപ്റ്റിമിസം വർദ്ധിച്ചതിനെ തുടർന്ന് 3 മാർക്കറ്റുകളും നിലവിൽ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റും തായ്ലൻഡ് മാർക്കറ്റും ഒഴികെ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സും നേട്ടത്തിലാണ്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡ് ഉയർന്ന് 69.11 $US പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിൽ 65.99 $US പെർ ബാരൽ എന്ന നിലയിലേക്കും ഉയരുകയുണ്ടായി. തത്സമയം ഗോൾഡിൽ 0.7% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി എനർജി
512 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി Q1. റവന്യൂ 27% ഉയർച്ചയും രേഖപ്പെടുത്തി. ഫോഴ്സ് മോട്ടേഴ്സ് നമ്മൾ കണ്ടു ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ സ്റ്റോക്കിംഗ് ന്യൂസിൽ Q1 റിസൾട്ടില് 52% ഉയർച്ചയാണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തുകയുണ്ടായത്. തൽഫലമായി ഇന്ന് സ്റ്റോക്കില് ഇൻട്രാഡേ ബേസിസിൽ 15% ഉയർച്ചയാണ് കൈവരിക്കുന്നതായിട്ട് ദൃശ്യമായത്. വാടെക് വബാക് 2332 കോടി രൂപയുടെ പുതിയ ഓർഡർ സൗദി അറേബ്യയിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ട്രെൻഡ് തുടർച്ചയായി 3 ദിവസമായിട്ട് സ്റ്റോക്ക് ഇടിയുന്ന കാഴ്ച ദൃശ്യമാണ്. ഗോൾഡ്മാൻ സാച്ചസ് സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബൈയിൽ നിന്നും ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകുകയുണ്ടായത്. അതുപോലെ തന്നെ ടാർഗറ്റ് പ്രൈസ് 6970 രൂപ പെർ ഷെയറിൽ നിന്നും 5500 രൂപ പെർ ഷെയർ എന്ന നിലയിലേക്കും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. PEML മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഭാഗത്ത് നിന്നും 293.82 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. വി-മാർട്ട് Q1 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 177% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 34 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. L&T ഫുഡ്സ് 1 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. August 1, 2025 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.